അപ്പം കോട്ടയത്ത് മാംഗോ ഫെസ്റ്റ് എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. അത്യാവശ്യം പറഞ്ഞ കസ്റ്റമേഴ്സ് ഒക്കെ ഫുൾ ഹാപ്പിയാണ്. കാരണം ഇത്രയും വെറൈറ്റീസ് കാണുന്നത് ഒരു ഷോപ്പിൽ പോയ സാധനം കാണാൻ പറ്റില്ല. അപ്പൊ എല്ലാ ഐറ്റംസും ഒന്ന് കാണുന്നുണ്ട്. ഏകദേശം 60 ഐറ്റംസോളം ഉണ്ട് ഇപ്പൊ നിലവിൽ. ഇന്ന് വേറെ വണ്ടി വരുന്നുണ്ട്, നൈറ്റ് വരും. പിന്നെ നാളെ ആ സാധനം ഒന്നുകൂടി സെറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഈ പോർഷൻ ഫുള്ളായിട്ടാണ് കയറി പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് ഐറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഇവിടെ ഇപ്പൊ എത്രത്തോളം അല്ലെങ്കിൽ എന്തോരം പ്രത്യേകതകളുള്ള മാങ്ങകളൊക്കെയാണ്? ഇത് എന്ന് പറഞ്ഞാല് ഫുള്ള് ക്രീമി ടൈപ്പ് സാധനമല്ലേ, അതൊക്കെയാണ് ഈ ഹിമാപസ എന്ന് പറയുന്നത്. പിന്നെ അപ്പുറത്ത് കാലാപ്പാടി എന്ന സാധനമുണ്ട്, പിന്നെ മല്ലികയുണ്ട്, പിന്നുള്ള മൽഗോവ. ഈ ഐറ്റംസ് ഒക്കെ പറഞ്ഞ അതിന്റെ സീഡ് വളരെ ചെറുതാണ്, ഫുള്ള് അതിന്റെ മരായിരിക്കുന്ന സാധനങ്ങളാണ്. പിന്നെ ഉണ്ട് പഞ്ചാബിന്റെ ഐറ്റം ഉണ്ട്, വേറെ ശാന്തി മൽഗോവയുണ്ട്, പിന്നെ ലങ്കറ യുപിയുടെ സാധനമുണ്ട്, പിന്നെ ഉള്ളത് അൽഫോൺസ, ബങ്കരപ്പള്ളി 2 ടൈപ്പ്, ഒന്ന് ആന്ധ്രയുണ്ട്, ഒന്ന് തമിഴ്നാടുണ്ട്. മെയിനായിട്ട് ഐറ്റം വന്നേക്കുന്നത് ആന്ധ്രയാണ്. നീലമാങ്ങ അതൊക്കെ നല്ല സൂപ്പർ ഐറ്റംസ് ആണ്. ഇപ്പൊ നിലവിലുണ്ട്. ഇനിയിപ്പോ ഇന്ന് 8-10 ഐറ്റം നാളെ വരാനുണ്ട്. ആളുകളുടെ ഒരു പ്രശ്നം എല്ലാവർക്കും സാമ്പിൾ കൊടുത്ത് അവർ ഹാപ്പി ആയതിന് മാത്രം മേടിക്കുന്നുള്ളൂ. അവർക്ക് താല്പര്യം മാത്രം, അവർക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മേടിക്കും, ഇത്രേ ഉള്ളൂ. കാരണം അതുകൊണ്ട് ടോക്കണെടുത്ത് കയറുമ്പോൾ ചിലരോടൊക്കെ മുതലാവുള്ളത്. പക്ഷെ അവർ കഴിച്ച് സാധനം 2-3 പീസ് കഴിക്കുമ്പോൾ അവർക്ക് ഹാപ്പിയായി. കാണുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇങ്ങനെ ഫെസ്റ്റിനെ കാണുള്ളൂ. നമുക്ക് പിന്നെ എറണാകുളത്ത് ഉണ്ടായിരുന്നതാണ്. കഴിഞ്ഞ വർഷം 10-15 വർഷമായിട്ട് എറണാകുളത്ത് നടത്തുന്നുണ്ട്. ഇപ്പൊ ഇന്നിപ്പോ നിലവിൽ നടന്നുകൊണ്ടിരിക്കേണ്ട എറണാകുളത്ത്. പിന്നെ അതിന് നമ്മുടെ ഇവിടെ സഭയിട്ട് തുടങ്ങിയിരിക്കും. ഇല്ലല്ലോ, കേടുവാഴിട്ടുള്ളൂ. കെമിക്കലൊന്നും അടിക്കാത്ത സാധനമാണ്. പിന്നുള്ളത് സേലം മാങ്ങയുണ്ട്, മൂവാണ്ടനുണ്ട്. ഇപ്പൊ നാളെ ചന്ദ്രക്കാരൻ എന്ന് വാങ്ങിയാണ് അവിടെ ഈ മാങ്ങ കറി വെക്കൂലേ, ആ മാങ്ങയൊക്കെ നാളെ വരാനിരിക്കും. ഇന്നത്തെ നൈറ്റ് ലോഡിൽ ഉണ്ടാവും. നമുക്കിവിടെ മാങ്ങകൾ മാത്രമുള്ള വേറെ ഇല്ല, ഇവിടെ മാങ്ങ മാത്രമേ. അത് തൊട്ടപ്പുറത്തെ പോർഷനാണ്. അതായത് അത് ഇങ്ങനെ ചാടി നടക്കും. അവർക്കൊരു എന്റർടൈൻമെന്റ് ആണത്. ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞ നിലവിൽ മാങ്ങ മേടിക്കാൻ പറഞ്ഞ കസ്റ്റമർ എല്ലാവരും ഹാപ്പിയാണ്. ഇപ്പൊ നിലവിൽ തന്നെ 4-5 പേര് ചോദിച്ചായിരുന്നു, നിങ്ങൾ ഹാപ്പിയാണ്. ഒരൈറ്റം മേടിക്കണുള്ളൂ. പക്ഷെ എല്ലാ ഐറ്റത്തിനെ കുറിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കാറുണ്ട്. ഏതാണ് ഐറ്റം, എന്താണ് ഐറ്റം, എവിടെന്നാണ് വരുന്നത്, എല്ലാം പറഞ്ഞ മനസ്സിലായി. കുറെ ഐറ്റംസ് ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നാണ് പണ്ട്. അപ്പൊ ആ സാധനങ്ങളൊക്കെ യാന്ത്രക്കാര് വാങ്ങേണ്ടി കൂടി അവിടെ കൊണ്ടേ നട്ട് അപ്പൊ അവരെ നമ്മ വില കൊടുത്ത് മേടിക്കുകയാണ്. പണ്ട് ഇവിടെ ഉണ്ടായ സാധനങ്ങളൊക്കെ തന്നെയാണ്. ഈ ചൗശക്കില്ലേ, ഈ ചൗശ യുപിയുടെ സാധനങ്ങളൊക്കെ, ഈ സാധനമൊക്കെ പണ്ട് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നതാണ്. ആ സാധനം കംപ്ലീറ്റ് ഇപ്പൊ അവര് ഇവിടുത്തെ അങ്ങോട്ട് കൊണ്ടുപോയി വിത്ത് പോയി അവിടുന്ന് നമുക്ക് മേടിക്കലായി. ബാട്ടർ സമ്പ്രദായം പോലെയായിരുന്നു. പിന്നെ സിന്ധനയാണ് യുപിയുടെ വലിയൊരു, അത് ഏകദേശം 1 കിലോ 1.5 കിലോത്തോളം തൂക്കം പറഞ്ഞിട്ടുണ്ട് ഒരെണ്ണം. മാക്സിമം വലിപ്പം 1-300-400. പിന്നെ കാലാപ്പാടി 2 ഐറ്റം വന്നിട്ടുണ്ട്, ഒന്ന് ആന്ധ്ര ഉണ്ട്, ഒന്ന് യുപിയുണ്ട്. യുപിയുടെ ഇതാണ് നല്ല ടോപ്പ് ഐറ്റമാണ്. പിന്നെ ഹിമാപസന്ത് ടോപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കണം. മാങ്ങളിലൊക്കെ രാജാവാണത്. ഈ കാലാപ്പാടി, ഹിമാപസന്ത്, പിന്നെ മല്ലിക, ഇതൊക്കെയാണ് മെയിൻ സാധനം.